സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സുനിതാ ദേവദാസിൻ്റെ കൂട്ടത്തിലിരുന്ന് സംസാരിക്കുന്ന ആ മൗലവി, ആലുവക്കാരനായിട്ടുള്ള മൗലവി പറയുന്നത് സൂറത്ത് 19 മറിയം മേരിയെ പറ്റിയാണ് പറയുന്നത്. ബൈബിളിൽ പറയുന്ന വിശുദ്ധ മേരിയും ഖുറാനിൽ പറയുന്ന ഈസയുടെ അമ്മ മറിയുമായി യാതൊരുവിധ ബന്ധവുമില്ല. അല്ലേലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറയുന്നതിനെ എവിടെയെങ്കിലും ഒന്ന് നേരെ നിർത്തണം എന്നുണ്ടെങ്കിൽ, ചരിഞ്ഞല്ല, വളച്ചല്ല, എസ് പോലല്ല, ടാ പോലല്ല, നേരെ നിർത്തിയിട്ട് നല്ലതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ബൈബിളിനെ ഇവർക്ക് ചേർത്ത് വെക്കാതെ പറ്റത്തില്ല. അത് ഇവരുടെ ഗതികേടാണ്. കാരണം ഒരു നാവേ എനിക്കുള്ളൂ, മനുഷ്യർക്കെല്ലാം ഒരു നാവേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് 2 നാവുണ്ട്, മുസ്ലിങ്ങൾക്ക് 2 നാവാണ്. അത് ഇടത്തൂടെയും പറയും, വലത്തൂടെയും പറയും. ഇവർക്ക് ഈ ഇടത്തൂടെ ഉള്ള എല്ലാ ആചാരങ്ങളും ചെയ്ത് അതിനെ ആചാരങ്ങൾ ചെയ്ത് ഒരു വഴിക്ക് എത്തി അങ്ങോട്ട് പൂർണ്ണമാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ തള്ളിപ്പറഞ്ഞ പുസ്തകങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരും, തള്ളിപ്പറഞ്ഞ ആൾക്കാരെ മുഴുവനും എടുത്തുകൊണ്ട് വരും. നിങ്ങൾ ക്ലബ് ഹൗസ് ചർച്ചയിലൊക്കെ കാണാം, മുസ്ലിങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്ന, തലയെക്കെട്ടൊക്കെ ആയിട്ട് നടക്കുന്ന വലിയ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവർ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിനെയും വിശുദ്ധ മറിയനെയൊക്കെ എത്ര മോശകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അറിയോ? പല ഡിബേറ്റിൻ്റെ ആൾക്കാരൊക്കെ കാണാം, പല ആൾക്കാരുമായിട്ട് ഡിബേറ്റൊക്കെ നടത്തിയിട്ടുള്ള പല ആൾക്കാരും വന്നിരുന്നിട്ട് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. എന്നാലും ഇവരുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് 2 നാവുണ്ടെന്ന് പറയുന്നത്. ഇടത്തൂടെ ഉണ്ട്, വലത്തൂടെ ഉണ്ട്. അപ്പം ഈ നാവിലൂടെ ജീവിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇവിടെ ഈ മൗലവി പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. മറിയമിനെ പ്രത്യേകിച്ച് ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. ഖുർആൻ 19-ാമത്തെ അധ്യായം മറിയം എന്ന് പറഞ്ഞാൽ മേരിയെ കുറിച്ചാണ്. മറിയമിനെ അത്ര ജീവിതത്തിന്റെ ജനനം മുതൽ മരണം വരെ, ഇമ്രാൻ കുടുംബത്തിലെ ഒരു ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അനന്തരഫലമാണ് മറിയം. മൗലവി പറയുന്നത് മേരി, സൂറത്ത് 19 എന്ന് പറയുന്ന അധ്യായം മറിയമെന്നാണ്. അത് മേരിയെ പറ്റിയാണ്. എൻ്റെ പൊന്നു സഹോദര, എനിക്ക് നിങ്ങളെ സഹോദര എന്ന് വിളിക്കാം, പക്ഷെ നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ പറ്റത്തില്ല, അത് വേറൊരു വശം. ഞാൻ പറയട്ടെ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മറിയയുമായി നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. നിങ്ങൾ ആ ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ ബന്ധം സ്ഥാപിച്ചെടുക്കുന്ന ഒരു രീതിയിലും ജീവിത സാഹചര്യം കൊണ്ടോ ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിലോ അല്ലെങ്കിൽ പ്രവാചകന്റെ പ്രവചനം നിമിത്തം മറിയ എന്ന് പറയുന്ന വിശുദ്ധ മറിയയെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം പോലും സ്നേഹിക്കാതെ വെറും മോശമാക്കി കളയുന്ന ഒരു ടീമാണ് ഈ ഖുറാനിൽ പറയുന്ന മറിയം, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ളവർ. ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ ചോദിക്കുകയാണ്, മറിയം ബൈബിളിലെ മറിയമല്ല, അത് വേറെയാണ്, രണ്ടും രണ്ടാണ്. 1400 കൊല്ലം മുമ്പുള്ള അറബ് ക്രിസ്ത്യൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ക്രിസ്ത്യാനികളൊന്നും ഉണ്ടല്ലോ, അറബ് ക്രിസ്ത്യാനികളുണ്ടല്ലോ. മുഹമ്മദ് വന്നതിന് ശേഷമല്ലല്ലോ അറബ് ക്രിസ്ത്യാനികളുണ്ടായത്. അതിനെപ്പറ്റി നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിന് അറബികളായിട്ടുള്ളവരും എല്ലാം ഉണ്ടവിടെ. ഈ മറിയെ, യേശുവിൻ്റെ അമ്മ ആയിട്ടുള്ള മറിയമിനെ ഖുറാനിൽ പറയുന്ന മറിയുമായിട്ട് നിങ്ങൾ ഒരിക്കലും യോജിച്ച് വെക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശുദ്ധമായതാണ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രവാചകനായ മുഹമ്മദ് പറഞ്ഞത് സ്വർഗത്തിൽ തൻ്റെ ഭാര്യയുടെ കൂട്ടത്തിൽ ഒരാൾ മറിയമാണെന്ന്. ഏത്? ഈസയുടെ അമ്മ മറിയമാണെന്ന്. ഇബിൻ ഖത്തീറിൻ്റെ കിസാസ് അൽ അൻബിയ എന്ന ഗ്രന്ഥത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്. കെയ്റോയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ 381-ാമത്തെ പേജിൽ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടാണ്. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, അള്ളാഹു പർദീസിൽ എന്നെ ഇമ്രാന്റെ പുത്രിയായ മറിയയോടും ഫറവോന്റെ ഭാര്യയോടും മോശയുടെ സഹോദരിയോടും വിവാഹം കഴിപ്പിച്ചു. ഈ പറയുന്ന ഈസയുടെ അമ്മ മറിയമെന്ന് പറയുന്നതുമായിട്ട് നിങ്ങളുടെ പ്രവാചകൻ നിക്കാഹൊക്കെ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ മറിയയുമായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഇമ്രാന്റെ പുത്രിയായ മറിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഖുറാനിലെ ഈസാ നബിയുടെ മാതാവായ മറിയത്തിനെയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച
ആ ഒരു ഭാഗ്യവതിയായ സ്ത്രീ. കാരണം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ, അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തലമുറകളിലും ഭാഗ്യവതി എന്ന് പലരും വാഴ്ത്തിയിട്ടുള്ള വിശുദ്ധ മറിയ സ്വർഗത്തിൽ ഈ മുഹമ്മദിനെ കല്യാണം കഴിക്കാനിരിക്കുകയാണോ? പുള്ളിക്ക് എവിടെ ആണെങ്കിലും ഒരു നിക്കാഹ് ചെയ്താൽ മാത്രം മതിയല്ലോ. ഇനി മുഹമ്മദിന്റെ കാര്യം പോട്ടെ, ആരെങ്കിലും കല്യാണം കഴിക്കാനിരിക്കുകയാണോ ഈ വിശുദ്ധ വനിത? ഇനി അതെല്ലാം പോട്ടെ, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സ്വർഗത്തിൽ കല്യാണം കഴിക്കുന്ന പരിപാടിയേ ഇല്ല. അത് നിങ്ങൾക്കാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും നിക്കാഹ്, സ്വർഗത്തിൽ ചെന്നാലും നിക്കാഹ്, എവിടെ ചെന്നാലും നിക്കാഹ്, 1 4 എത്ര വേണേലും കെട്ടി നിക്കാഹ്. നിക്കാഹ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ തന്നെ നിങ്ങൾക്ക് യാത്ര. അതൊരു ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ നിങ്ങൾക്ക്. കുറച്ച് ക്രിസ്ത്യാനി പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 4ൽ 1 ഭാര്യയായിട്ട് പോയി ജീവിക്കാൻ വേണ്ടി കുറേ എണ്ണം അങ്ങനെ നടപ്പുണ്ട്. ഇതിനോടൊക്കെ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് വേറൊരു വശം. അപ്പം ഈ സ്വർഗത്തിൽ കല്യാണം കഴിക്കുന്ന പരിപാടി നിങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾക്കില്ല. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഏതോ ഒരു മാനസിക രോഗിയുടെ അവസ്ഥയാണ്, സ്വർഗത്തിൽ പോയിട്ടുള്ള നിക്കാഹ് എന്നൊക്കെ പറയുന്നത്. അത് എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ മനുഷ്യന്റെ ശരീരത്തോടുകൂടി തന്നെയാണോ പോകുന്നത്, അതോ ആത്മാവായിട്ടാണോ? എങ്ങനെയാണോ ഇവിടെ പോയി നിക്കാഹ് നടത്തുന്നത്? ആരാ ഈ കൈ പിടിച്ച് തരണ്ടേ? ഈ എന്തായാലും ഈ മുസ്ലിങ്ങളായിട്ടുള്ള ദാവാക്കാർ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ളത് ഞങ്ങൾ നിങ്ങളുടെ മറിയെ ആദരിക്കുന്നുണ്ടെന്നും പറഞ്ഞ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളുടെ നമ്മുടെ അടുത്തേക്ക് എങ്ങാനും വന്നു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനികളായിട്ടുള്ളവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആദരവൊന്നും ഞങ്ങൾക്ക് വേണ്ട. വിശുദ്ധ മറിയം എവിടെയാണുള്ളതെന്നും എന്താണ് ആ മറിയത്തെ ബൈബിളിൻ്റെ അകത്ത് വിശദീകരിച്ചിരിക്കുന്നതെന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ഇങ്ങനൊരു നിക്കാഹിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ആദരവോ കാര്യങ്ങളോ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് തന്നെ വളരെ വ്യക്തമായിട്ടങ്ങ് പറയണം. യഥാർത്ഥത്തിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മറിയമിനെ ബഹുമാനിക്കുക അതോ അപമാനിക്കുകയാണോ ചെയ്തിരിക്കുന്നതെന്ന് ഖുറാനും ബൈബിളൂടെ വെച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അപമാനിക്കുക എന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഖുറാൻ വഴിയായിട്ട്, അല്ലാതെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35 ബൈബിളിൽ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി ഗബ്രിയേൽ ദൂതൻ മറിയയോട് പറയുന്നത് എപ്രകാരമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35 വളരെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് ഇസ്ലാമുമായിട്ടൊരു താരതമ്യ പഠനമുണ്ട്, അത് പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും കർത്താവ് അനുവദിച്ച. എങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യേശുക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ബൈബിളിലുണ്ട്, അത് ഖുറാനിലുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കുള്ളത്. നമുക്ക് സംശയങ്ങൾ തീർക്കാമല്ലോ, അവർ പറയൂല്ലോ എന്നറിയട്ടെ. ഇപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35 പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ആയത്ത് നിങ്ങൾക്ക് ഈ സൂറത്ത് 19 മറിയത്തിൽ നിന്നൊന്ന് കാണിച്ചു തരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പറയും, സൂറത്ത് 19 മറിയം അവിടെ മാത്രമല്ല ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് പല സ്ഥലങ്ങളുണ്ട്, അത് ഞങ്ങളുടെ കുഴപ്പമില്ല. ഇവിടെ ഒരാൾ മൗലവി പറഞ്ഞത് മേരിയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന അധ്യായം തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ഇവർ മോശപ്പെട്ട രീതിയിലാണ് കൊണ്ടുവന്നതെന്ന് നോക്കാം. ഇനി മറിയയുമായി വിവാഹ നിശ്ചയം നടത്തപ്പെട്ടിരുന്ന യോസഫ്, കാരണം ഇത് മറിയയുടെ യേശുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരും അതിന് സാക്ഷികളായിട്ടുണ്ട്, പല ആൾക്കാർ സാക്ഷികളായിട്ടുണ്ട്. അത് ബൈബിളിൻ്റെ അകത്തൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ജനനം ഈ വണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്മ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട. ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉറക്കം ഉണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു.
ഭാര്യയെ ചേർത്തുകൊണ്ട് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. മത്തായിയുടെ സുവിശേഷം 1-18 മുതൽ 25 വരെയുള്ള ഭാഗത്താണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് യോസഫിനെ പറ്റി പറയുന്നുണ്ട്, ദൂതൻ വന്നിട്ടുള്ള കാര്യം പറയുന്നുണ്ട്, നീതിമാനായ യോസഫ് എന്ന് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കെ ഇങ്ങനെ ഇതുപോലെ എവിടെയെങ്കിലും ഖുറാൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇവർ പറയും ബൈബിൾ കൈകടത്തിയതാണ്. ഇതാണ് ഈ ഇരട്ടനാവെന്ന് പറയുന്നത്. ഈ പാമ്പിൻ്റെ കൂട്ടാണ്, ഈ നടുക്കൂടെ കീറി 2 സൈഡിലേക്ക് ഇട്ടിരിക്കുന്ന കണക്കാണ്. അപ്പോൾ ഇവർ പറയുന്നത് അത് ബൈബിള് കൈകടത്തിയോണ്ട് ഇത്രയും സാധനങ്ങളില്ല. ബൈബിള് കൈകടത്തിയോണ്ട് ഇത്രയും സാധനമില്ല. കൈകടത്താത്ത ഖുറാൻ്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് അവസ്ഥ. ഇത്രയും വിശദീകരിച്ച് അങ്ങ് എഴുതി ചേർക്കുന്നത് കൈകടത്തലായിട്ടാണ് ഇവരുടെ ധാരണ. അടുത്തത്, യോഹന്നാൻ സ്നാപകന്റെ മാതാവും സക്കറിയ പുരോഹിതന്റെ ഭാര്യയുമായിരുന്ന എലിസബത്ത് യേശുക്രിസ്തുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വിശുദ്ധ മറിയയുടെ ഗർഭധാരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സാക്ഷ്യം എന്താണെന്ന് ബൈബിളിനകത്തുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അതിന്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഗർഭത്തിൽ എന്ത് ചെയ്തു? കുഞ്ഞു തുള്ളി. കാരണം എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതുപോലെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നാണ്. ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സാക്ഷി ഉണ്ടോ മുസ്ലിങ്ങളെ? നിങ്ങളുടെ ഖുറാൻ്റെ അകത്തൊന്നൊന്ന് പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോഴും നിങ്ങൾ നാവ് കീറിയ പാമ്പിൻ്റെ കൂട്ട് പറയും ബൈബിൾ കൈകടത്തിയതാണ്. നിങ്ങൾക്കതേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം 2 നാവുമായിട്ട് സഞ്ചരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ ഉടനെ പറയും കൈ കടത്തി, കാല് കടത്തി, മൊത്തം കടത്തിയതാണെന്ന് പറയും. നാണമില്ലാത്ത ഒരു ജീവിതമാണല്ലോ നിങ്ങളുടെ ജീവിതം. യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സക്കറിയ പുരോഹിതൻ എന്താണ് പറയുന്നത് നോക്കാം. ഈ മൗലവി സക്കറിയാവിനെയും യഹിയായെ കൊണ്ടുവന്ന് യോഹന്നാൻ സ്നാപകനും ഒക്കെ ആക്കി അങ്ങ് മേനി നടിച്ചിരിക്കുകയാണ് അവിടെ. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ള എപ്പിസോഡുകളിലും വർഷങ്ങളായിട്ടും പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ ഒന്ന് നേരെ നിർത്തണമെന്നുണ്ടെങ്കിൽ ബൈബിൾ ഇല്ലാതെ പറ്റത്തില്ല. എന്നിട്ട് നിങ്ങൾ പാമ്പിൻ്റെ നാവ് കീറി കിടക്കുന്ന കണക്ക് പറയുകയും ചെയ്യും, ഈ ബൈബിൾ മുഴുവൻ കൈകടത്തിയതാണ്, ബൈബിൾ മൊത്തവും തിരുത്തപ്പെട്ടതാണ്. അത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആത്മാവ് വേറെ എന്തോ ആയതുകൊണ്ടാണ്. ഇവിടെ സക്കറിയ പുരോഹിതൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇത് നീയോ പൈതല അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയല്ല, അത് സ്നാപയോഹന്നാനെ പറ്റിയാണ്. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും യേശുക്രിസ്തുവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനായി നീ അവന് മുമ്പായി നടക്കുമെന്ന് പറയുമ്പോൾ കർത്താവിനെ വഴിയൊരുക്കുവാൻ വേണ്ടി വന്നവനെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ആരാണ്? പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായിട്ടൊക്കെ വരുമെന്ന് പറയുമ്പോഴത്തേനും സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ടും യേശുക്രിസ്തുവിനെ കാണുമ്പോൾ സ്നാപയോഹന്നാൻ എന്താണ് പറയുന്നത്? ആ ദൈവത്തിൻ്റെ കുഞ്ഞാട്, അതെ, അറക്കപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാട് തന്നെയാണത്. ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. നിങ്ങൾക്കൊരു പാപമോചനം, ഒരു രക്ഷയുടെ പ്രാധാന്യം പോലും ഖുറാൻ്റെ അകത്തില്ല. എന്താണ് നിങ്ങൾക്ക് രക്ഷയ്ക്ക് ഉള്ള പ്രാധാന്യം ഖുറാനിൽ? അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുടെ ആധാരമായിട്ട് നിങ്ങൾക്ക് എന്താണ് വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കണമല്ലോ. ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് നിങ്ങൾ എന്താണ് ഖുറാനിൽ വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. അടുത്തത്, ബേത്ലഹേമിൽ ഉണ്ടായിരുന്ന ആട്ടിടയന്മാരുടെ സാക്ഷി. ആട്ടിടയന്മാരുടെ സാക്ഷിയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 18 വരെയുള്ള ഭാഗത്ത് ഇങ്ങനെയാണ്.
അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതരോട് ചേർന്നു ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്നു മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്കറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 18 വരെ. ബേത്ലഹേമിൽ അന്നുണ്ടായിരുന്ന ആട്ടിടയന്മാര് രാത്രിയിൽ അവര് ആട്ടിൻകൂട്ടത്തിന് കാവൽ കൊടുത്തുകൊണ്ട് വെളിയിൽ കിടക്കുകയാണ് എന്നൊക്കെ ആ നാടുകളിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ പല ഡോക്യുമെൻ്ററികൾ കാണുമ്പോഴത്തേനും കാണാൻ സാധിക്കും. ആട്ടിൻകൂട്ടത്തിൻ്റെ നടുവിലായിട്ട് അല്ലെങ്കിൽ സൈഡിലായിട്ടൊക്കെ ആട്ടിൻകൂട്ടത്തിന് ഒരു കാവലായിട്ട് മറ്റുള്ള വന്യമൃഗങ്ങളൊന്നും പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരതിൻ്റെ നടുക്കോ സൈഡിലോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, അവർ കാവല് തീയൊക്കെ കൂട്ടി അങ്ങനെ കിടക്കുക അവർക്ക് പതിവുണ്ട്. അത് ഇന്ന് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് ഒരു ദൂതൻ അവരുടെ അരികെ വന്നിട്ട് കർത്താവിൻ്റെ തേജസ് അവർക്ക് ചുറ്റും മിന്നിക്കൊണ്ട് അവർ നിൽക്കുമ്പോൾ ആരാണേലും ഭയപ്പെടും. മുഹമ്മദ് ഈസ പറഞ്ഞതുപോലുള്ള ഭയപ്പാടല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേനും തോമാസ് അയ്യോ കർത്താവെ എന്നൊക്കെ വിളിച്ചതുപോലൊരു വിളിയായിരുന്നു. അത് ഈസയ്ക്ക് അങ്ങനെ പറയും. ഇപ്പം അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഞാൻ പെട്ടുപോയല്ലോ കർത്താവ് എന്നും പറയും. അപ്പോൾ ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം, ഇതുപോലൊരു സന്തോഷം ഇനിയില്ല. സർവ്വജനത്തിനും, ഭൂമിയിലെ സർവ്വജനത്തിനും, ഭൂമിയിലെ സകല ജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു സന്തോഷം. വേറെ സന്തോഷമൊന്നുമില്ല. ക്രിസ്തു ജനിക്കുന്നു. എവിടെ? ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സകല ജനത്തിനുമായിട്ട്, സർവ്വജനത്തിനുമായിട്ട്. ആ ഒരു മഹാസന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ക്രിസ്തു ജനിച്ചത് സന്തോഷം, മഹാസന്തോഷം. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സന്തോഷമാണ് ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അതിലും വലിയ സന്തോഷം. ശരിയല്ലേ? മഹാസന്തോഷം. അതിലും വലിയ സന്തോഷം കർത്താവ് ആയ യേശു ക്രിസ്തുവിൻ്റെ ജനനവും മരണവും അത്ഭുത പ്രവർത്തികളും യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വീണ ലാവണ്യ വാക്കുകൾ പോലും ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വളരെ സന്തോഷത്തോടെ നിൽക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതും ഈ ബേത്ലഹേമിലുണ്ടായിരുന്ന ആട്ടിടയന്മാരും ഈ യേശുക്രിസ്തുവിൻ്റെ ജന്മമായിട്ട് ബന്ധപ്പെട്ടും എല്ലാം വളരെ അർത്ഥവത്തായ സാക്ഷ്യം അവിടെ അറിയിച്ചിട്ടുണ്ട്. 8-ാം ദിവസം ദേവാലയത്തിൽ ശിമയോൻ എന്ന് പറയുന്ന ആള് കണ്ടപ്പോൾ അവിടെയും ഇതൊരു സാക്ഷ്യമായിട്ട് തന്നെയാണ് വരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള ഭാഗം. യെരുശലേമിൽ ശിമയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുവന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഈ ഈസയുടെ ജന്മമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ യേശു ജനിക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും, നിങ്ങളുടെ വാദം അനുസരിച്ച് യേശു ഈസ ഒന്നാണല്ലോ, അപ്പം ഈ ഈസ ജനിക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഇങ്ങനൊരു അടയാളം കൊടുത്തിട്ടുണ്ടായിരുന്നോ? കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിലാൻ അവനോട് അരുളിപ്പാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈസയെ കാണുന്നതിന് മുമ്പ് അവിടെയുള്ള ഏതേലും ആൾക്കാർക്ക് ഇങ്ങനൊരു അടയാളം കൊടുത്തിരുന്നു? ഒന്നും കൊടുത്തു കാണത്തില്ല.
കാരണം ഇത് എവിടുന്നൊക്കെ ആരുടെയൊക്കെ വായിന്ന് കിട്ടിയ സാധനം മുഹമ്മദിൻ്റെ ഇഷ്ടപ്രകാരം കുറേ ആൾക്കാരോട് അങ്ങോട്ട് അറബിയിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അതിനൊരു പുസ്തകമാക്കി ഒരു ചട്ടക്കൂടിൻ്റെ അകത്താക്കി കയറ്റി വെച്ചപ്പോൾ ഇതൊന്നും കിട്ടിക്കാണത്തില്ല. കാരണം എല്ലാം കൂടെ ഓർത്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം മാരടം ബാധിച്ച ഒരു മനുഷ്യനായിരുന്നല്ലോ. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ടും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായിട്ടും തോന്നിപ്പോയിരിക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇവിടെ പറയുകയാണ്, ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ നാഥാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. കാരണം ശിമ്യോൻ ആഗ്രഹിച്ചിരുന്ന കാര്യം എന്താണ്? കർത്താവിൻ്റെ ക്രിസ്തുവിനെ മുമ്പേ മരണം ഏൽക്കില്ല, അത് കാണും. ഞാൻ എൻ്റെ ഈ ജീവിതകാലത്തിൽ, ഞാൻ ഈ മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ ആ ക്രിസ്തുവിനെ കാണും, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും എന്നുള്ള ഉറപ്പ് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടായിട്ട് കിട്ടുക. ആ ഒരു ഉറപ്പുണ്ടായിരുന്നു. ആ സമയമായപ്പോൾ ആ ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാനുള്ള കാര്യങ്ങൾക്കായിട്ട് അമ്മയപ്പന്മാർ യേശുക്രിസ്തുവിനെയും കൊണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അവർക്കത് എന്തായി? അനുഗ്രഹമായി തീർന്നു. ആർക്ക്? ശിമയോനും ബാക്കിയുള്ളവർക്കും എല്ലാം. കാരണം നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്നതിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണു കണ്ടുവല്ലോ. സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് കർത്താവായ യേശുക്രിസ്തു. അത് ഒരുക്കി തന്നെ വെച്ചിരിക്കുകയാണ്. സകല ജാതികളും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, സകല ജാതികളുമായുള്ളവരെ എന്ന് വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം. അതിൽ പറയാണ് സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്നതിൻ്റെ രക്ഷ. അടുത്തതിന് 8-ാം ദിവസം ദേവാലയത്തിൽ കണ്ട ഹന്ന ഒരു പ്രവാചകിയായിരുന്നു. അത് നിങ്ങൾക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായൻ്റെ 36 മുതൽ 38 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേനും അവിടെ അശേർ ഗോത്രത്തിലെ ഒരു ഹനുവേലിൻ്റെ മകളായ ഹന്ന ഒരു പ്രവാചകിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുക. ഈ പ്രവാചകിമാർ പോലും വളരെ വ്യക്തമായിട്ടും ഉറപ്പോടുകൂടിയും അവർക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സ്നേഹത്തിലും അവർ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നേരത്തെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളെ അവരുടെ മുമ്പിലേക്ക് ക്രിസ്തുവിൻ്റെ ജനനം എന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രവചനങ്ങളും എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നത്. അശേർ ഗോത്രത്തിൽ ഹനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുസലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. അവിടെ ഹന്ന എന്ന് പറയുന്ന പ്രവാചകി പോലും രാവും പകലും ആരാധന ചെയ്തു പോകുന്നുണ്ടെന്ന്, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചുകൊണ്ട് ആ നാഴികയിൽ അവളും അടുത്ത് നിന്നു ദൈവത്തെ സ്തുതിച്ചു. എവിടെ നിന്ന്? ആ ശിമയോൻ എന്ന് പറയുന്ന ആള് അവിടെ ചെയ്ത അതേ അധ്യായത്തിൽ തന്നെയാണ് ഈ വിഷയവും പറയുന്നത്. അവിടെ സ്തുതിക്കുകയാണ് ചെയ്ത്. നിങ്ങളുടെ ഈ ഈസയുടെ കാര്യത്തിന്മേൽ ഇങ്ങനെ ഹന്ന എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേണ്ട പേര് മാറ്റി എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രവാചകയോ ആരെങ്കിലുമോ ഇങ്ങനെ സ്തുതിച്ചതായിട്ട് വല്ലതും ഉണ്ടോ? എവിടെ? സ്തുതിക്കപ്പെട്ടവൻ എന്നുള്ള ഒരു പേരിൽ ഒരു പ്രവാചകൻ വന്നിട്ടുള്ള മുഹമ്മദാണ്. പിന്നെ വേറൊരു സ്തുതി ആർക്കും കൊടുക്കാനല്ലേ? ഇനി കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരെന്തു പറഞ്ഞു എന്നുള്ളതും ബൈബിളിനകത്തുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-2. ഹെരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ ആരെങ്കിലും നമസ്കരിച്ചിട്ടുണ്ടോ? യേശുവിനെ ആരെങ്കിലും നമസ്കരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയും കൂടാണിത്. ആരാണ് വന്നിരിക്കുന്നത്? യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുന്ന് വന്ന വിദ്വാൻമാർ, ആട്ടിടയന്മാരല്ല കേട്ടോ, കുറച്ചുകൂടെ ശാലം കൂടിയ ടീമുകളാണ്. അവർ വന്നിട്ട് പറയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. ഇവരുടെ ചോദ്യമാണ്, മുസ്ലിങ്ങളായിട്ടുള്ളവരുടെ ചോദ്യമാണ്, ദാവാപ്രവർത്തനം. യേശുവിനെ ആരെങ്കിലും നമസ്കരിച്ചിട്ടുണ്ട്? അപ്പോൾ പറയും നമസ്കരിച്ചിട്ടുണ്ട്. ഈ വാക്യം കൊടുക്കുമ്പോഴത്തേനും അവർ പറയും, അത് കുട്ടിയായ യേശുവിന് അത് തിരിച്ചറിവില്ലല്ലോ, അത് കാരണം എന്ത് ചെയ്തു? അത് അങ്ങ് കുട്ടി അതിൻ്റെ അകത്ത് കിടക്കുകയില്ലായിരുന്നു. അല്ല, അപ്പനും അമ്മയും ഉണ്ടായിരുന്നല്ലോ അവിടെ, അവർക്ക് വേണേൽ പറയാമായിരുന്നല്ലോ നിങ്ങൾ നമസ്കരിക്കരുത്, ഇതൊരു സാധാരണ കുഞ്ഞാണെന്ന്. വേണ്ട, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് തൊട്ടിൽ ചാടി എഴുന്നേറ്റിരുന്ന ആളല്ലേ. തൊട്ടിലിൽ കിടന്ന കുട്ടി ചാടി എണ്ണീറ്റിട്ട് പറയേണ്ട കാര്യം പറഞ്ഞില്ല, അത് വേറൊരു വശം. അത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കർത്താവ് അനുവദിച്ചു കഴിഞ്ഞാൽ അത് വിശദീകരിക്കാം.
ഇവിടെ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവരാരും തടഞ്ഞതൊന്നുമില്ല. ഇനി മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള ഭാഗം ഇങ്ങനെ: രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു വീണു അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. ഇവിടെ അവർ വരികയും കുന്തിരിക്കവും മൂരും കാഴ്ചവെക്കുകയും അതുകൂടാതെ ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു വീണു അവനെ നമസ്കരിച്ചു. അവിടെ നമസ്കാരം നടത്തിയിരിക്കുകയാണ്, അവനെ നമസ്കരിക്കുകയാണ്. ദൈവത്തിന് മാത്രമേ നമസ്കാരമുള്ളൂ. നിങ്ങളുടെ വിശ്വാസം അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. ദൈവത്തിന് മാത്രമേ നമസ്കാരമുള്ളൂ. ആ നമസ്കരിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. നിങ്ങളുടെ അള്ളാഹുവിനെ പോലും നമസ്കരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ദൈവത്തെ നമസ്കരിക്കുക. കാരണം ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ പറയാനുള്ള കാരണം നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ്. നിങ്ങളുടെ നിച്ചോ ട്രൂത്ത് പോലുള്ള ആൾക്കാരാണ് കേരളക്കരയിൽ മുഴുവൻ സ്റ്റേജ് വലിച്ചു കെട്ടി യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല, മദ്യം വിളമ്പി യേശു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പുസ്തകങ്ങൾ എഴുതി പല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾ ഓർക്കണമായിരുന്നു. ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങളുടെ ആൾക്കാർ തന്നെ. അത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ്. അറബിയിൽ മാത്രം ഇറങ്ങിക്കൊണ്ടിരുന്ന പുസ്തകം അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഈ മുസ്ലിങ്ങളെ കൊണ്ട് തന്നെ എന്ത് ചെയ്തു? എഴുതിപ്പിച്ചു. അത് ഞങ്ങളെപ്പോലുള്ളവരിൽ കിട്ടുകയും വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടി എൻ്റെ ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിച്ചതിന് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും നന്ദി പറയുന്നു. ഇനി മറിയ ജനിക്കുന്നതിന് 700 വർഷത്തോളം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് യെശയ്യാ പ്രവാചകൻ. മറിയ ജനിക്കുന്നതിന് 700 വർഷത്തോളം മുമ്പ് ജീവിച്ചിരുന്നത്. ആ സമയത്തും എന്താണ്? ആ പ്രവചനമാണ് നമ്മൾ ഇത്രയും നേരം കേട്ടതും മുഴുവനും നടന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണത്. ആ ഉറപ്പ് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ ജന്മമായിട്ട് ബന്ധപ്പെട്ട് പല സാക്ഷ്യങ്ങളും പലരും പറഞ്ഞ സാക്ഷ്യങ്ങളാണ് അവിടെ കേട്ടത്. വിശുദ്ധ വേദപുസ്തകത്തിന് പുറത്തുനിന്ന് ഇനി ചരിത്രകാരന്മാർ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെയുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14: അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇതുപോലെ എവിടെയെങ്കിലും ഒരു പ്രവചനം നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ? കാരണം നിങ്ങൾ പറയുന്ന സബൂർ, ഇഞ്ചീൽ, തോറ ഇതെല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പറയാം അത് കൈ കടത്തിയത് കൊണ്ട് ഈ സാധനം ഇല്ലാതെ വേണമെങ്കിൽ പറഞ്ഞ് നിങ്ങൾക്ക് വേണേൽ രക്ഷപ്പെടാം. ഇനി ഖുറാനിൽ എങ്ങനെയാണ് ഇത് വിവരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. 66:12 ഈ ഒരു ആയത്ത് മാത്രമാണ് ഇന്ന് എടുക്കുന്നത്. പിന്നീടുള്ളത് ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ എടുക്കുന്നതായിരിക്കും. തൻ്റെ ഇമ്രാൻ്റെ മകളായ മറിയമിനെയും ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി. തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭയഭക്തി ഉള്ളവരുടെ കൂട്ടത്തിൽ ആകുകയും ചെയ്തു. 66:12 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇമ്രാൻ്റെ മകളായ മറിയമിനെയും, ഇമ്രാൻ്റെ മകളെയാണല്ലോ മുഹമ്മദ് നിക്കാഹ് ചെയ്യുന്നത്, നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി. ഏതിലേക്കാണ് ഊതിയത്? ഏതിലേക്കാണ് ഊതിയത്? അത് ഊതിയെന്ന് പറയുമ്പോഴത്തേനും വല്ലാത്തൊരു സ്ഥലത്തേക്കാണ്. ഇനി അതുകൂടാതെ ഇവിടുത്തെ ചോദ്യം വരികയാണ്, സംശയം. അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി. ഈ നമ്മുടെ ആത്മചൈതന്യം, നമ്മുടെ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ആത്മചൈതന്യത്തിൽ നാം അതിൽ ഊതുകയുണ്ടായി. അപ്പോൾ ഈ നമ്മുടെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാരാണ്? നാം എന്ന് പറഞ്ഞിരിക്കുന്ന ആളാരാണ്? ഇനി മലക്കാണോ? ഇനി അല്ലാഹു ആണോ? ആരാണ്? അവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ നാം അതിൽ ഊതുകയുണ്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് ഫർജഹ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഖുർആൻ എടുത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫർജഹ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 66:12 മൂലഭാഷയിലുള്ളത് ഇങ്ങനെയാണ്. ഇന്നും പറഞ്ഞുകൊണ്ട് വന്നതിന് ശേഷം അവിടെ ഫർജഹ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യ വരിയിലെ ഫർജഹ എന്ന പ്രയോഗം ശ്രദ്ധിച്ച് കാണുമല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. അവിടെ ഫർജ് എന്ന ആണ് അതിനർത്ഥം, ഫർജ് എന്നാണ് അതിനർത്ഥം വരുന്നത്. തികഞ്ഞ മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീലും മറിയുടെ ഫർജിലൂതി എന്നാണ് അള്ളാഹു പറയുന്നത്. ഫർജ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം അറബിക്ക് മലയാളം ഡിക്ഷണറിയിൽ ഞങ്ങളൊക്കെ കണ്ടത് ഇങ്ങനെയാണ്: വിടവ്, പിളർത്തുക, കാലുകളകത്തുക,
യോനി, ദ്വാരം, ബുധം എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജബ്രീൽ മറിയുടെ ഫർജിൽ ഊതി എന്താണ് പറയുന്നുണ്ടെങ്കിൽ, അപ്പം ജബ്രീൽ എന്ന് പറയുന്ന മലക്കിന് എന്താണ്, തികഞ്ഞ മനുഷ്യരൂപത്തിൽ വന്ന ഒരാൾക്ക് ഒരു കുട്ടിയെ സൃഷ്ടിക്കാനുള്ള കഴിവൂടെ ഉണ്ടായിരുന്നു. അള്ളാഹു ആണോ ഊതിയെന്നുള്ളത് നിങ്ങൾ തന്നെ പറയും. ഇതിൽ ആരാണ് ഊതിയെന്നുള്ളത് നിങ്ങൾ തമ്മിലൊരു ഇതാണ്. ഇപ്പോൾ ജബ്രീൽ എവിടെയാണ് ഊതിയതെന്ന് നിങ്ങൾക്ക് ഏകദേശം വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് ബൈബിളിൽ ദൈവദൂതൻ പറയുമ്പോൾ ഖുറാനിൽ അള്ളാഹു പറയുന്നത് തൻ്റെ മലക്ക് പോയി മറിയയുടെ ഫർജിൽ ഊതിയതിൻ്റെ ഫലമായി ഉണ്ടായതാണ് ഈസയെന്ന്. ഭാഗ്യത്തിന് തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ജിബ്രീൽ എൻ്റെ കൈവശമുണ്ടായിരുന്ന എന്തെങ്കിലും ഉപയോഗിച്ചാണോ മറിയയുടെ ഫർജിൽ ഊതിയത് എന്നുള്ളത് അള്ളാഹു പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. ഇനി ഞാൻ ഇനിയൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ മറിയയുടെ ഗർഭധാരണം യേശുക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടും ഖുറാനിൽ പറഞ്ഞത് ഈസയുടെ അമ്മയായ മറിയത്തിൻ്റെ ഗർഭധാരണം ഈസയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് യോജിച്ച് നോക്കിയാൽ ഈ വിശുദ്ധ മറിയത്തിന് ബൈബിളിൽ എത്രയോ നല്ല രീതിയിലുള്ള മൂല്യമായിട്ടുള്ള ഒരു ഭാഗ്യ പദവി തന്നെ കൊടുത്തിരിക്കുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന രീതിയിൽ തന്നെയല്ലേ ഖുറാനിലെ മറിയയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനി ബൈബിളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മേരിയാണ്, മറിയമാണ്. ഖുറാൻ്റെ അകത്ത് 19-ാം അധ്യായം എന്ന് പറയുന്നത് ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബഹുമാനം ഒന്നും ഞങ്ങളുടെ മറിയത്തിന് വേണ്ടാന്ന് തന്നെ പറയണം കേട്ടോ. ഈ ഇതുപോലെ ഫർജിൽ ഊതിയ ഒരു പരിപാടിയായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പറയാൻ പഠിക്കണം, ധൈര്യത്തോടെ നിൽക്കണം. ഇത് മനസ്സിലാക്കാതെ കുറേ എണ്ണം അള്ളാഹുവിന് ജയ് വിളിക്കാനും ഈ ഇതിനുള്ളിൽ അരയും തലയും മുറുക്കി നടക്കുന്ന കുറേ എണ്ണമുണ്ട്. കുറേ എണ്ണം വന്നിട്ടുണ്ട്. അല്ലെന്നുള്ള കുറേ എണ്ണം ഇപ്പം ഈ വിശ്വാസം പ്രതിക്കൂട്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. അവരൊക്കെ പറയുന്ന ഇതാണ്, ഈ മറിയ ഒന്നാണ്, യേശു ഈസ ഒന്നാണ്, അള്ളാഹു യഹോവ ഒന്നാണെന്നൊക്കെ. അതിനെ ദൈവം അനുവദിച്ചാൽ അതിനൊരു മറുപടി പ്രതിക്കൂട്ടിലുള്ളവർക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങളോട് പറയുകയാണ്, ഇനിയെങ്കിലും വിശുദ്ധ മറിയത്തിനെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മുസ്ലിങ്ങൾ അപമാനിച്ച ഒരു മറിയുമായിട്ട് നിങ്ങൾ കൂട്ടി യോജിപ്പിക്കരുത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസയുമായിട്ട് നിങ്ങൾ കൂട്ടി യോജിപ്പിക്കരുത്. ഭാഗ്യവതിയായി നിൽക്കുന്ന വിശുദ്ധ മറിയയാണ് ബൈബിളിലുള്ളത്. നമുക്ക് ആ മറിയത്തെ സ്നേഹിക്കാം, ബഹുമാനിക്കാം. എത്രത്തോളം നമുക്ക് സ്നേഹിക്കാം അത്രത്തോളം സ്നേഹിക്കാം. പക്ഷേ ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ആളുമായിട്ട് നമുക്ക് യാതൊരു, അങ്ങനെയെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ മറിയത്തെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മുഹമ്മദിന് നിക്കാഹ് ചെയ്തു കൊടുത്തു എന്നുള്ള വിശ്വാസം കൂടെ നിങ്ങളുടെ ഉള്ളിൽ വേണം. ആ വിശ്വാസം ഇല്ലാതെയായിരിക്കണം നമ്മുടെ ജീവിതം. സർവശക്തനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് കാണാം. ഒരു കാരണവശാലും വിശുദ്ധ വേദപുസ്തകത്തിലെ വിശുദ്ധ മറിയത്തിനെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മറിയുമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സൈഡിൽ പോലും ഒരു ആശയം കൊണ്ടോ ഒരു രീതിയിലും എന്നെ കേട്ട ആരുടെയും ഉള്ളിൽ ഇത് ഇല്ലാതിരിക്കട്ടെ. അതിനെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയുക. നമുക്കൊരൊറ്റ വിശ്വാസമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നൊരു വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.